ഒ അബ്ദുള്ള ഇതിനങ്ങ് മറുപടി പറയൂ. അവിടെയുമുണ്ട് ജമാഅത്തെ ഇസ്ലാമി, ഇവിടെയുണ്ട് ജമാഅത്തെ ഇസ്ലാമി 1. അവിടെ എന്ത് പേരിലാണെങ്കിലും ആ സ്വാധീനം ഉണ്ട്. 3, അവിടെ നടക്കുന്നത് കൂട്ടക്കൊല തന്നെയാണല്ലോ. 4, പട്ടാളക്കാർ തന്നെയാണല്ലോ വെടിയുതിർക്കുന്നത്. 5, പോലീസ് തന്നെയാണല്ലോ തല്ലിക്കൂട്ടുന്നത്. ശ്രീ ഒ അബ്ദുള്ള, ഇതിനെതിരെ അങ്ങേക്ക് ശബ്ദിക്കാൻ കഴിയുന്നുണ്ടോ? എന്തേ ഗാസ ഗാസ എന്ന് നിലവിളിച്ച മാധ്യമങ്ങൾ, അങ്ങൊരു പ്രമുഖ മാധ്യമ പ്രവർത്തകൻ കൂടിയാണ്, ഗുരുസ്ഥാനീയനാണ്, ആ ബഹുമാനത്തോടു കൂടി ചോദിക്കട്ടെ. ഇപ്പോൾ ശ്രീ സന്ദീപ് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, ലെബനനിൽ കൂട്ടക്കുരുതി, ഗാസയുടെ കണ്ണീർ, എന്തേ ബംഗ്ലാദേശിലെ കണ്ണീർ, ബംഗ്ലാദേശിൽ വീഴുന്ന ചോര, അതൊന്നും ഇവിടുത്തെ മാധ്യമങ്ങൾ കാണാതെ പോകുന്നത്? ശ്രീ ഒ അബ്ദുള്ള, 2 ഭാഗങ്ങളായി അങ്ങേക്ക് പറയാം. അല്ല, താങ്കൾ ഈ നേരത്തെ പറഞ്ഞ ആൾക്ക് ഇതും കൂടി പറയായിരുന്നു, ഇതൊക്കെ നടത്തുന്ന ഒ അബ്ദുള്ളയാണ്. ബംഗ്ലാദേശിൽ ഇത് നടത്തുന്നതും ഗസയിലെ കണ്ണീരിന് ഉത്തരവാദിയും ഈജിപ്തിലെ ഇത് നടത്തുന്നതും എല്ലാം ഒ അബ്ദുള്ളയാണ് തന്നെ പറയാം. കാരണം വായിൽ വരുന്നത് കോതക്ക് പാട്ട് എന്ന് പറഞ്ഞാൽ അതിന് വായിൽ വരുന്നതെല്ലാം വിളിച്ചു പറയാന്നല്ലാതെ എന്താണ് മറുപടി പറയേണ്ടത്? എന്തെങ്കിലും തെളിവിൻ്റെ അടിസ്ഥാനത്തിലോ വസ്തുതയുടെ അടിസ്ഥാനത്തിലാണോ ആൾ പറയുന്നത്? എല്ലായിടത്തും ഉണ്ട് ഇസ്ലാമിക ശക്തി, അത് സമ്മതിക്കാം. ആൾ പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എല്ലായിടത്തും ഇല്ലേ? ഈ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ മാത്രം. അതോടൊപ്പം കമ്മ്യൂണിസം വേറെ ആയിട്ടില്ല, കൊറിയയിലില്ല, തെക്കൻ കൊറിയയിലില്ല, മറ്റൊരിടത്തൊന്നുമില്ല. പിന്നെ എന്താ പറയുക, ഈ ലോകം മുഴുവൻ കമ്മ്യൂണിസം അല്ലേ? അവിടുത്തെ രാജ്യത്തിന് പേരിട്ടുകൊണ്ട് ഒരു സിദ്ധാന്തം ഒരു കാലഘട്ടത്തിൽ ഒരു സിദ്ധാന്തം പല രാജ്യങ്ങളിൽ ഉണ്ടാവുക, ആ ജനതയുടെ വിമോചനത്തിന് വേണ്ടി അവർ സ്വീകരിക്കുന്ന നിലപാട്, അതൊരു തെറ്റാ. എന്ത് വിവരക്കേടാണ് പറഞ്ഞത്? അയാളോട് മറുപടി അറിയിക്കുന്നുണ്ട് വാദവും. അങ്ങാൻ നടക്കുന്ന ക്യൂബ, ആ ക്യൂബയിൽ കമ്മ്യൂണിസം ഉണ്ട്. ഇവിടെ കിടക്കുന്ന ചൈന, അവിടെ കമ്മ്യൂണിസം ഉണ്ട്. ഇവിടെ ഇന്ത്യയിൽ കമ്മ്യൂണിസം ഉണ്ട്. അപ്പോൾ അവിടെ കമ്മ്യൂണിസം ഉണ്ട്, ഇവിടെ കമ്മ്യൂണിസം ഉണ്ട്, അവിടെ കമ്മ്യൂണിസം ഉണ്ട് എന്ന് പറയുന്നത് എന്തിനു പറയുന്നതാ? സമയം വേസ്റ്റ് ആക്കാനെന്നല്ലാതെ. ഒരു പ്രത്യയശാസ്ത്രം അത് ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതും ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരത്തിന് കൊള്ളുന്നതുമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് ലോകത്തിന് നാനാഭാഗത്തേക്ക് സ്പ്രെഡ് ചെയ്യും. ഇസ്ലാം എന്ന് പറയുന്നത് കാലത്തെ അതിജീവിച്ചുകൊണ്ട് 1500 വർഷങ്ങളായി ജനങ്ങളുടെ മോചനത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ്. അത് വെറും മതപരമായ അനുഷ്ഠാനമല്ല, അതൊരു ഭക്തി പ്രകടനത്തിലുള്ള അവസരമല്ല. ആ ഭക്തിയും അതുപോലെയുള്ളതുമെല്ലാം തന്നെ തങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനത്തിനും ദൈവത്തിന് മുമ്പിൽ ഉത്തരം പറയേണ്ടി വരുമെന്ന ആ ഒരു സംഗതി, അതിനെങ്ങനെ ഒരു ദിവസം 5 നേരം ആ ചിന്ത, ആ ബോധം അതിങ്ങനെ പുതുക്കിക്കൊണ്ടിരിക്കാൻ വേണ്ടിയാണ് പ്രാർത്ഥനകൾ. അത് കഴിഞ്ഞ് അവൻ ഇടപെടുന്ന വ്യവഹാരങ്ങൾ, ജീവിതത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ അതിൽ ഈ പറയുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാവാൻ വേണ്ടി ചെയ്യുന്ന ഒരു ഏർപ്പാടാണ് ആരാധനകൾ. അല്ലാത്തപ്പോഴൊക്കെയും ഞാൻ ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ പ്രതിനിധിയാണ്. ദൈവത്തിൻ്റെ ഇതര പ്രജകളോട്, പൗരന്മാരോട് ഞാൻ വളരെ മാന്യമായും സഹോദര്യത്തോടു കൂടിയും തൻ്റെ സഹോദരന്മാരാണ് മറ്റുള്ളവർ എന്ന ബോധത്തോടു കൂടി പ്രവർത്തിക്കണം എന്ന ചിന്ത ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഇത് ലോകത്ത് ഒരു ഭാഗത്ത് മാത്രമേ പാടുള്ളൂ. ഈജിപ്തിലുണ്ട്, ശരിയാ, ഈജിപ്ത് ഇടക്കാലത്ത് ചെറിയ കാലഘട്ടത്തിൽ ഭരിച്ചിരുന്നു. ലെബനാനിലുണ്ട്, മറ്റു പല രാജ്യങ്ങളിലുണ്ട്. അപ്പോൾ അത് അയാളുടെ ആ വിഡിത്തത്തിന് മറുപടി അത് മതി, വേറെ വേണോ? പിന്നെ ജനാധിപത്യത്തിനെതിരെ, ജനാധിപത്യം എന്ന് പറഞ്ഞാൽ എന്താ? ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഭരണാധികാരികൾ. അത് ഇസ്ലാമിലില്ലേ? അബൂബക്കർ, ആദ്യത്തെ ഖലീഫ അബൂബക്കർ ആരാ തിരഞ്ഞെടുത്തത്? പ്രവാചകൻ നിർദ്ദേശിച്ചതാണ് അബൂബക്കറിനെ ഖലീഫ ആക്കണമെന്ന്? അല്ലല്ലോ, ജനങ്ങൾ അദ്ദേഹത്തിന് വോട്ട് ചെയ്തു അഥവാ ബൈഅത്ത് ചെയ്തു. രണ്ടാമത് അബൂബക്കർ ഒരാളെ സജസ്റ്റ് ചെയ്തില്ല. ഉമറിന് ജനങ്ങൾ തിരഞ്ഞെടുത്തു. ഉമറിന് ശേഷം ഉസ്മാനെ തിരഞ്ഞെടുത്തു, അലിയെ തിരഞ്ഞെടുത്തു. ഇതല്ലേ തിരഞ്ഞെടുപ്പ്? ആ കാലഘട്ടത്തിൽ ഇന്നത്തെ മാതിരി ഈ പിന്നെ ബൂത്തും അതുമൊന്നുമില്ല എന്ന് വിചാരിച്ചിട്ട് പള്ളികളിൽ വെച്ച് ബൈഅത്ത് ചെയ്തു. ബൈഅത്ത് ചെയ്യാതെ വിട്ടുന്ന ആൾക്കാരും അക്കാലഘട്ടത്തിലുണ്ട്. അപ്പം ജനാധിപത്യത്തിൻ്റെ ഏറ്റവും മകുടോദാഹരണം അന്നൊരു സ്ത്രീ ഖലീഫ പ്രസംഗിക്കാണ് ഉമർ പറഞ്ഞു, ഞാൻ ഖുർആനും സുന്നത്തും അനുസരിച്ച് ഭരിക്കാൻ ബാധ്യസ്ഥനാണ്. വല്ല തെറ്റും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ തിരുത്തുക എന്നാണ്. സ്ത്രീ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് നിന്ന് വാളുയർത്തിപ്പിടിച്ച് കാണിച്ചു, ഞങ്ങൾ താങ്കളെ ഇതുകൊണ്ട് തിരുത്തുന്നതാണ്. ഒരു സ്ത്രീയാ പറയുന്നത് ആ കാലഘട്ടത്തിൽ 1500 കൊല്ലം മുമ്പ്, ഞങ്ങൾ താങ്കളെ ഇതുകൊണ്ട് തിരുത്തുന്നതാണ്. അതാണ് അനുഭവങ്ങളും. അപ്പോൾ പിന്നെന്താ ജനാധിപത്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ കള്ള വോട്ട് അതിന് അടിച്ചുണ്ടാക്കുക, ഏതിന് കുത്തിയിട്ടുണ്ടെങ്കിൽ താമര തന്നെ വരിക. എങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ താമര ചിത്രം. നമുക്ക് ആ ചർച്ചയിലേക്ക് കിടക്കാം.